എല്ലാവർക്കും ലോയൽ ബില്ലിനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. റേഞ്ച് ബൗണ്ട് സെക്ഷനൊടുവിൽ ഫ്ലാറ്റായി ക്ലോസ് ചെയ്ത് വിപണി. കേരള ആയുർവേദ, പോപ്പീസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നീ സ്റ്റോക്കുകൾ നഷ്ടത്തിലായിരുന്നു. വിശദമായിട്ട് നോക്കാം. ഓഹരി വിപണി ഇന്ന് വീണ്ടും മങ്ങിയ പ്രകടനത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വലിയ ചാഞ്ചാട്ടം നിറഞ്ഞ സെക്ഷനിൽ മിഡ് സ്മോൾ ക്യാപ് ഓഹരികൾക്ക് ദിവസം മുഴുവൻ കനത്ത വിൽപ്പന സമ്മർദ്ദം നേരിടേണ്ടി വന്നു. വിപണിയിലെ വെല്ലുവിളികൾക്കിടയിലും ഇവയുടെ വിലയേറിയ മൂല്യനിർണ്ണയം ആശങ്കകൾ ഉയർത്തിയാണ് നിക്ഷേപകരെ വിറ്റൊഴിയൽ പ്രേരിപ്പിച്ചത്. US ഫെഡറൽ റിസർവ് തുടർച്ചയായി 4ാം തവണയും പോളിസി നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി. 2025 വ്യക്തിഗത ഉപഭോഗ ചെലവുകളുടെ പണപ്പെരുപ്പ പ്രവചനം 2.7% നിന്ന് 3% പരിഷ്കരിച്ചു. 2025 GDP വളർച്ച 1.7% നിന്ന് 1.4% കുറച്ചു. ട്രംപിന്റെ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ഇതിനകം തന്നെ ബാധിച്ചു തുടങ്ങിയതായി നയരൂപീകരണ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംഘർഷം ശമിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. വരും ദിവസങ്ങളിലും മിഡിൽ ഈസ്റ്റ് സംഘർഷം നിലനിൽക്കുമെന്നാണ് സൂചനകൾ ഉള്ളത്. ആഭ്യന്തര രംഗത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വരുമാന വളർച്ച മന്ദഗതിയിലാക്കുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്നതും നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രത്തിന്റെ മുൻകൂർ നികുതി പിരിവ് ജൂൺ 15 വരെ മുൻ വർഷത്തെ അപേക്ഷിച്ച് 4% വർദ്ധിച്ച് 1,54,000 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 27% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വ്യക്തിഗത ആദായ നികുതി പേയ്മെന്റുകളിലാണ് പ്രധാനമായും കുറവുണ്ടായത്. ഇന്ന് സെൻസെക്സ് 0.10% ഇടിഞ്ഞ് 51,361.7ലും നിഫ്റ്റി 50 0.08% ഇടിഞ്ഞ് 24,793.25ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. PSU ബാങ്ക് ഇൻഡെക്സ് 2% ഇടിവുണ്ടായി. നിഫ്റ്റി മീഡിയ ഇൻഡെക്സ് 1.91% ഇടിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ഓഹരികളിലെ ഇടിവ് തുടരുകയാണ്. നിഫ്റ്റി റിയാലിറ്റി 1.60% ഇടിഞ്ഞു. നിഫ്റ്റി മെറ്റൽ 1.29% ഇടിഞ്ഞത്. നിഫ്റ്റി IT 0.94% ഇടിഞ്ഞു. നിഫ്റ്റി ഓട്ടോ മാത്രമാണ് ഇന്ന് നേട്ടമുണ്ടാക്കിയത്. 0.52% നേട്ടത്തോടെ ഈ മേഖല വ്യാപാരം അവസാനിപ്പിച്ചത്. കേരളം ആസ്ഥാനമായ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഓഹരികൾ 4%-ലധികം ഉയർന്നു. 735.18 കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികളും എഴുതിത്തള്ളപ്പെട്ട വായ്പകളും ആസ്തി പുനർനിർമ്മാണ കമ്പനിക്ക് വിൽക്കാൻ ബാങ്കിന്റെ ബോർഡ് അംഗീകാരം നൽകി. പുതിയ കാറുകൾ, ഉപയോഗിച്ച കാറുകൾ, വാണിജ്യ വാഹനങ്ങൾ എന്നിവയ്ക്ക് റീറ്റെയിൽ ഫിനാൻസ് നൽകുന്നതിനായി ഇസാഫുമായി മാരുതി സുസുക്കി ഇന്ത്യ ഈ ആഴ്ച ആദ്യം പങ്കാളിത്തം പ്രഖ്യാപിച്ചതും ഓഹരിക്ക് നേട്ടമായി. ഓഹരി 31.79 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ, ഐക്കർ മോട്ടോഴ്സ്, M&M, വിപ്രോ, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് തുടങ്ങിയ ഓഹരികളാണ് നേട്ടത്തിലായത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളായതോടെ ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $77 എണ്ണ വിപണന കമ്പനികൾക്ക് ഇത് തിരിച്ചടിയായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഓഹരികൾ 1.71% ഇടിഞ്ഞ് 138 രൂപയിലും ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഓഹരികൾ 1.35% ഇടിഞ്ഞ് 311 രൂപയിലും എത്തി. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ഓഹരികൾ 1% ഇടിഞ്ഞ് 390 രൂപയിലും എത്തി. അദാനി പോർട്സ്, ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ടെക് മഹീന്ദ്ര, അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ ഓഹരികളായിരുന്നു ഇന്ന് നഷ്ടത്തിലായിരുന്നത്. കേരള കമ്പനികളിൽ ഇന്ന് ഭൂരിഭാഗം ഓഹരികളും നഷ്ടത്തിലായിരുന്നു. കേരള ആയുർവേദ 5.99% ഇടിവുമായി നഷ്ടപ്പെട്ടുകയിൽ മുന്നിട്ട് നിന്നു. ഓഹരി 442 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പോപ്പീസ്, കിറ്റെക്സ്, കല്യാൺ ജ്വല്ലേഴ്സ്, സ്റ്റൈൽ ഹോൾഡിംഗ്സ് തുടങ്ങിയ ഓഹരികൾ നഷ്ടത്തിലായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് 2.94% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഫാക്ട് ഓഹരി 2.61% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. എയർടെക് സിസ്റ്റംസ് 0.72% നേട്ടത്തിൽ 71 രൂപയിൽ ക്ലോസ് ചെയ്തു. അപ്പോളോ ടയേഴ്സ്, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ, ആസ്റ്റർ തുടങ്ങിയ ഓഹരികളും നേട്ടത്തിലായിരുന്നു. ഇതുപോലുള്ള പോസ്റ്റ് മാർക്കറ്റ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്